ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോയാലോ? ഇന്ന് ആ പ്ലാനാണ്. രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ സമയം ഒരു 7-7:15 രാവിലെ പോവാം. അപ്പോൾ അമ്പലത്തിലേക്കാണ് പോണേ. അമ്പലത്തിൽ പോയിട്ടാണ് നമ്മൾ അയാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത്. രാവിലെ എഴുന്നേറ്റപ്പം മിന്നുവിൻ്റെ മാല കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ കിടന്ന് തപ്പുവാണ്. അപ്പോൾ അതിൻ്റെ വിഷമത്തിൽ അവൾ നിൽക്കുകയാണ്. അമ്മ അത് തപ്പി കണ്ടുപിടിച്ച് പിന്നെ ഇട്ട് കൊടുക്കുവാണ് മാലയൊക്കെ. പിന്നെ അവിടുന്ന് അച്ഛനോടും അമ്മയോടും ബൈ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ വിട്ടു. പിന്നെ സർപ്രൈസ് ആർക്കാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ അമ്മമ്മയ്ക്കാണ് കൊടുക്കുന്നത്. ഞങ്ങൾ ലൈഫിൽ ആദ്യമായിട്ടാണ് എൻ്റെ അമ്മ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും തന്നെ പോകുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഞങ്ങൾ ജീവിതത്തിൽ പോയിട്ടുള്ള നമുക്ക് തന്നെ തോന്നുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. കാരണം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ മനസ്സ് ചെറുതായിട്ട് ഹിറ്റ് ചെയ്തില്ല, ഓക്കെ നമ്മൾ വലുതായി, ആ ഒരു സാധനമൊന്നുമില്ല. കാഴ്ചയിൽ എപ്പോഴും ഞങ്ങൾ വലുതായിട്ടില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതൊക്കെ ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു സർപ്രൈസ് കൊടുക്കുന്ന അമ്മമ്മയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല ഒരു മൊമെൻറ്റ് അത് ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ഇത് ഇന്ന് അമ്മമ്മ ഞങ്ങൾ സത്യത്തിൽ പറഞ്ഞാൽ ഞങ്ങളെ കണ്ട് ഞെട്ടി. കുറച്ച് നേരം സ്റ്റക്കായിട്ട് നിന്നിട്ട് അമ്മമ്മ പറഞ്ഞു, എടി കള്ളികളെ, അമ്മമ്മ മാല കെട്ടുമായിരുന്നു. അപ്പം നോർമലായിട്ട് ആരോ വന്നു അങ്ങനെ വിചാരിച്ചു. ഏതോ 2 പെൺപിള്ളേർ വന്നു, മാലയ്ക്കായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അമ്മമ്മ ഇരുന്നു. അപ്പം അതാരാന്ന് നോക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോഴാണ് ഞങ്ങളെ കണ്ടത്. അപ്പം അമ്മമ്മ പറയോ, തന്നെ സ്കൂട്ടറിനാണോ വന്നേ? പിന്നെ സാധനമായിരുന്നു. അങ്ങനെ തൊഴുതിട്ട് ഇറങ്ങി. അവിടുത്തെ തിരുമേനിയും സാറിനും പഠിക്കലിനും എല്ലാവർക്കും നമ്മളെക്കുറിച്ച് അറിയാം. അവിടുത്തെ കഥകളും നമുക്കറിയാം. അപ്പം അമ്മമ്മ മാലയൊക്കെ കെട്ടുന്ന ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ആൾക്കാരും വരാം, കാരണം അത് 1-ാം തീയതി ആയിരുന്നേ. അപ്പം നിറയെ ആൾക്കാരൊക്കെ വരും, മിണ്ടും, ഇത് വിനുവിൻ്റെ മക്കളല്ലേ. അപ്പം അമ്മ വീട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിൽ നമ്മളെ ഇത് പണ്ട് കണ്ടതാണല്ലോ, അങ്ങനെ കുറേ സംഭവങ്ങൾ നോക്കുമ്പോൾ എന്നാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പൂവെടുത്ത് കൊടുക്കുന്നു. അമ്മമ്മ അത് കെട്ടുന്നു, പെട്ടെന്ന് കെട്ടാൻ കാരണം അമ്പലം അടയ്ക്കുമെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുന്ന് വഴിപാടൊക്കെ കഴിച്ച് മേടിച്ചുകൊണ്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് അമ്മമ്മയുടെ ഫ്രണ്ട്സുമായിട്ട് അമ്മമ്മ നടന്നാണ് ഡെയിലി അമ്മമ്മയുടെ റൊട്ടീൻ. ഇന്ന് ഞങ്ങളും കൂടെ വന്നു, അത് തിരുന്ന് ഒരു പാർട്ടായി, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ അമ്മ വീട്ടിൽ വന്ന് മാമിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് കേക്കൊക്കെ കഴിച്ചു. പിന്നെ ഇളയ മാമൻ്റെ വീട്ടിൽ ആദ്യം പോയി, പിന്നെ മൂത്ത മാമൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്നും കുറച്ച് ചായയൊക്കെ നമ്മൾ കുടിച്ചു. ഇങ്ങനെ റെസ്റ്റ് എടുത്ത് ഇരുന്നു. അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.